ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഷാൻവി 14 ഷാൻവി 14 ഒരു ലോങ് ടേം റിവ്യൂ എന്ന രീതിയിലാണ് ഞാൻ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ലൈക്ക് എൻ്റെ ഫ്രണ്ടും ഞാനും ലോങ് ടേം ആയിട്ട് യൂസ് ചെയ്ത രീതിയിൽ ഇതിൽ ഒരു വേർഡിക്റ്റ് നമുക്ക് എത്തിയിട്ടുണ്ട്. സോ അത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ബേസിക്കലി ഇതിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പ്രൈസ് കുറഞ്ഞു കിടക്കുക. സോ പ്രൈസ് കുറഞ്ഞു നിൽക്കുന്ന രീതിയിൽ നിങ്ങൾ ഇപ്പോൾ ഇത് എടുക്കാനും മേടിക്കാനും എല്ലാ രീതിയിൽ നോക്കുമായിരിക്കും. സോ ഇത് എന്താണ് കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയാം. ഓക്കെ, ഫസ്റ്റ് ബിൽഡ് ആൻഡ് ഡിസൈൻ. ബിൽഡ് ആൻഡ് ഡിസൈൻ എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇത് അത്യാവശ്യം നല്ല ഹാൻഡി ആയിട്ടുള്ള ഫോണാണ്. ഇതിന്റെ യൂസ് ചെയ്യാനായിരുന്നാലും എല്ലാം നൈസാണ്. കാരണം ഇതിന്റെ 6.36 ഇഞ്ചിന്റെ ഡിസ്പ്ലേ, ലൈക്ക് ആ ഒരു സൈസൊക്കെ വരത്തുള്ളൂ. സോ കംഫർട്ടാണ് ഫോണിന് ഹാൻഡ് ചെയ്യാനായിരുന്നാലും ലൈക്ക് യൂസ് ചെയ്യാനായിരുന്നാലും. ഓക്കെ, നെക്സ്റ്റ് കമ്മിങ് ടു ദ ഡിസ്പ്ലേ പാർട്ട് വരുമ്പോൾ സമയത്ത് ഇതെന്ന് പറയുന്നത് ഡോൾബി വിഷന്റെ സപ്പോർട്ടും LTPO 1.5K LTPO ആമലോഡ് ആയിട്ടുള്ള TCL സാംസങ്ങിന്റെ അല്ല. ഓക്കെ, TCL ഡിസ്പ്ലേ ആണ്. സോ നിങ്ങൾക്ക് മറ്റേ ഗ്രീൻ ലൈൻ അങ്ങനെ ഒഴിവൊന്നും അങ്ങനെയൊന്നും വിചാരിക്കുന്നത് വേണ്ട. സോ ഓക്കെ ആണ്, ഡിസ്പ്ലേ വൈസ് പക്കയാണ്. സോ നെക്സ്റ്റ് കമ്മിങ് ടു ദ ബാറ്ററി നോക്കുകയാണെങ്കിൽ 4610 mAh അത്യാവശ്യം നൈസ് ആയിട്ട് നിൽക്കുന്ന ബാറ്ററിയാണ്. ബാറ്ററിന്റെ പാട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾ ആണെങ്കിൽ ഒരു 5 to 6 hours ബാറ്ററി ലൈഫ് എന്തായാലും തന്നെ കിട്ടുന്നതായിരിക്കും. കാരണം വെച്ചാൽ ഇപ്പം ഈ ഒരു കോമ്പാക്ട് ഫോണിൽ അത്രയും കിട്ടത്തുള്ളൂ. കാരണം 1 day നിങ്ങൾ ഫുൾ ആയിട്ട് കിട്ടണമെന്നില്ല. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ യൂസ് ആണെങ്കിൽ മാത്രം. കാരണം അല്ലാതെ നോർമൽ യൂസ് ഒക്കെ ആണെങ്കിൽ എല്ലാ ഫോൺസും 1 day നിൽക്കുകയൊക്കെ ചെയ്യും. കാരണം വെച്ചാൽ ഇപ്പം ഇതിൽ 8 പ്രോസസറും അങ്ങനെയൊക്കെ കാര്യങ്ങളുള്ളതുകൊണ്ട് സോ ഈസിയാണ്. സോ നിങ്ങൾക്ക് ബാറ്ററി ഡിപ്പാർട്ട്മെന്റ് നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് ഓക്കെ ഫോണാണ് ബാറ്ററി ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ. ഓക്കെ, നെക്സ്റ്റ് കമ്മിങ് ടു ദ SoC എന്ന് പറയുന്നത് 8 Gen 3 ആണ്. 8 Gen 3 എന്ന് പറയുമ്പോൾ അണ്ടർ ക്ലോക്ക്ഡ് അല്ല, ഓവർ ക്ലോക്ക്ഡ് അല്ല, അത്യാവശ്യം നൈസ് ആയിട്ടുള്ള പെർഫോമൻസ് കിട്ടുന്നത്. ഓക്കെ, ആൻഡ്രോയിഡ് പറയുകയാണെങ്കിൽ 19 lakhന്റെ ആൻഡ്രോയിഡ് എന്തായാലും സുഖമായിട്ട് കിട്ടുന്നുണ്ട്. ഗീക്ക് ബെഞ്ച് ഒക്കെ ആണെങ്കിലും 2K പ്ലസ് സിംഗിൾ സ്കോറും 6K മൾട്ടി കോറും കിട്ടുന്നുണ്ട്. സോ ആ ബേസ് നോക്കുകയാണെങ്കിൽ പെർഫോമൻസ് ബേസ് നോർമൽ ആണ്, ഓക്കെ ആണ്. ഇതിൽ വേറെ പ്രശ്നമൊന്നുമില്ല. സോ ആ ഒരു ബാറ്ററിന്റെയും ഈ SoCന്റെയും പക്ക കോംബോ ആണ്. ഇതിൽ വേറെ വിട്ടുവീഴ്ച ഒന്നും പ്രശ്നമില്ല. ഓക്കെ, നെക്സ്റ്റ് ക്യാമറ എന്ന് പറയുമ്പോൾ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ക്യാമറയാണ്. ക്യാമറ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ എല്ലാവരും ഈ ഫോൺ എടുക്കാനും എല്ലാ രീതിയിലും നോക്കുന്നത്. സോ ക്യാമറ എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ്. 50 MB ട്രിപ്പിൾ ക്യാമറ, ഫ്രണ്ട് വന്നിട്ട് 32 MB. മെയിൻ ക്യാമറ നോക്കുകയാണെങ്കിൽ സോണിയുടെ സെൻസർ, ഒമ്നിവിഷന്റെ സെൻസറാണ്. കാരണം ഞാൻ ഇപ്പം അൾട്ര നോക്കുകയാണെങ്കിൽ സോണിയുടെ സെൻസറാണ്, ഇതിൽ ഒമ്നിവിഷൻ. സോ അത് ആരും ശ്രദ്ധിക്കുന്നില്ല. എന്നാലും ഒമ്നിവിഷന്റെ സെൻസർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം ലെൻസ് വന്നത് ലൈക്കിന്റെ കളർ കാലിബ്രേഷൻ എല്ലാ രീതിയിലും അത്യാവശ്യം നൈസ് ആയിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. സോ മെയിൻ സെൻസർ എന്ന് പറയുന്നത് അത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ടെലിഫോട്ടോ എന്ന് പറയുന്നത് 3.2x ടെലിഫോട്ടോ. സോ അതിൽ എന്ന് പറയുന്നത് ഓക്കെ സെൻസറും കൂടെയാണ്. പിന്നെ അതിൽ പ്രത്യേകിച്ച് പ്രശ്നവും അങ്ങനെ ഒന്നും പറയാനില്ല. ഫ്ലോട്ടിംഗ് ലെൻസും ആണ്, OIS സപ്പോർട്ടും ആണ്. ചില ഫോൺസിലൊന്നും ഇപ്പൊ ടെലിഫോട്ടിൽ OIS ഒന്നും സപ്പോർട്ടൊന്നുമല്ല. സോ അത് രീതിയിൽ നോക്കുകയാണെങ്കിൽ ഓക്കെയാണ്. പിന്നെ 50 MB അൾട്രാവൈഡ് ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിലും OIS എല്ലാ പരിപാടികളും എല്ലാം ഉണ്ട്. ഇപ്പോഴത്തെ ഈ ക്യാമറ ഫോണിൽ എന്ന രീതിയിൽ നോക്കുന്ന സമയത്ത് എല്ലാം ഓക്കെയാണ്. ബട്ട് സെൽഫിന്റെ പാട്ട് പറയുകയാണെങ്കിൽ സെൽഫി അത്ര ഒപ്റ്റിമൈസ്ഡ് അല്ല. എന്നുവെച്ചാൽ ബാക്ക് ക്യാമറ വെച്ച് നോക്കുന്ന സമയത്ത് സെൽഫി അത്ര ഒപ്റ്റിമൈസ്ഡ് ഒന്നും അല്ല. ഓക്കെയാണ്, സെറ്റാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. സോ ഇതിന്റെ ക്യാമറ സാമ്പിൾസ് ഞാൻ ഇപ്പോൾ കുറച്ച് കാണിക്കാം. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ക്യാമറയുടെ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ,
കമ്മിങ് ടു ദ ഫൈനൽ വേർഡിക്റ്റ് എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഇപ്പം ഇതിൽ അത്യാവശ്യം നൈസ് ആയിട്ടുള്ള ക്യാമറയും അത്യാവശ്യം നൈസ് ആയിട്ടുള്ള പെർഫോമൻസും എല്ലാം ഉണ്ട്. പെർഫോമൻസ്, തെർമൽ, എല്ലാ എഫിഷ്യൻസിയും സെറ്റാണ്. കാരണം ഞാൻ ഈ പ്രൈസിൽ ഇതിന് ബെറ്റർ ആയിട്ടുള്ള വേറെ ഓപ്ഷൻസ് കിട്ടാൻ ഭയങ്കര ചാൻസ് കുറവാണ്. കാരണം ഞാൻ ഈ പ്രൈസിന്റെ ഈ ഒരു പ്രൈസ് ക്യാപ്പിലാണ് OnePlus 13R വരുന്നത്. OnePlus 13R ഇതും വെച്ച് നോക്കുകയാണെങ്കിൽ കുറെ ഡിഫറൻസ് ഉണ്ട്. അത് ബെറ്റർ ആണ് എന്നുള്ള രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അത് ബെറ്റർ അല്ല. കാരണം എന്ന് വെച്ചാൽ 2x ടെലിഫോട്ടോ അതിലുള്ളത്, ഇതെന്ന് പറയുന്നത് 3.2x ലൈക്കയാണ്. ഓക്കെ, സോ പിന്നെ അതിന്റെ USB നോക്കുകയാണെങ്കിൽ USB 2.0 ആണ് ഇതിൽ വരുന്നത്. ഇതിലെന്ന് പറയുന്നത് 3.2 Gen 1. സോ നിങ്ങൾക്ക് സ്ട്രീമിംഗ് ആയിരുന്നാലും ആ പ്ലാറ്റ്ഫോം എല്ലാം ഓക്കെയാണ്. സോ അതിന്റെ പ്രശ്നവും സീനില്ല. സോ ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് അത്യാവശ്യം എല്ലാ രീതിയിലും നമുക്ക് ഓക്കെ ഫോണാണ്. ഈ പ്രൈസിൽ ബെസ്റ്റ് ഫോൺ എന്ന് വേണം പറയാം. മനസ്സിലായി? ഇപ്പൊ ഷയോമിന്റെ OS നോക്കുകയാണെങ്കിലും ഷയോമിന്റെ OS പെർഫെക്റ്റ് ആണ്. അതിലിപ്പം HyperOS 2.0, Android 15 അതിൽ ലിറ്ററലി വിഷയമാണ്. കാരണം ബഗ്സ് ഒന്നും ഇപ്പം അങ്ങനെ ഫോണിലൊന്നും ഇല്ല. ഞാൻ ഈ ഇടയ്ക്ക് യൂസ് ചെയ്തിട്ടുള്ളതിൽ ഒരു ഫോൺ ബഗ് ഉണ്ട് കേട്ടോ, അത്യാവശ്യം നൈസ് ആയിട്ട് ബഗ് ഉണ്ട്. അത് നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതായിരിക്കും. ഓക്കെ, സോ ബഗ് ഫ്രീ ആയിട്ടുള്ള അത്യാവശ്യം നല്ലൊരു OS ആണ്. പിന്നെ അപ്ഡേറ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അപ്ഡേറ്റ് 90 days ആണ് അപ്ഡേറ്റ് പറയുന്നത്. ലൈക്ക് മന്ത്ലി ഇല്ല, എന്നാലും കുഴപ്പമില്ല. മന്ത്ലി കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. കാരണം സാംസങ്ങിന്റെ അത് മന്ത്ലി കൊടുക്കാറുണ്ട്. സാംസങ് അത് മന്ത്ലി കൊടുത്തിട്ടൊന്നും കാര്യമില്ല. ഒരു ഗുണമില്ലാത്ത അപ്ഡേറ്റ് ആണ് മന്ത്ലി കൊടുക്കുന്നത്. സോ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് അത്യാവശ്യം ബഗും എല്ലാം മാറ്റുന്നുണ്ട് 90 days അപ്ഡേറ്റ് ആണെങ്കിൽ. സോ ഓക്കെ, യാ, ഈ പെർഫെക്റ്റ് ഫോൺ ദിസ് പ്രൈസ്. ഓക്കെ, യാ, ഓക്കെ, സോ ദിസ് ഇസ് ബെറ്റർ. ഓക്കെ, യാ, പിന്നെ ഓക്കെ, ഓ സോറി കേസ്, യാ, സ്പ്രിഗിന്റെ കേസാണ്. ഓക്കെ, ഇതാണ് ഇതിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നൈസ് ആയിട്ടുള്ള കേസാണ്. ഓ സോറി, ഓക്കെ, സ്പ്രിഗ് ഇതിന്റെ കേസാണ്. ഇതെന്ന് പറയുന്നത് നമുക്ക് പ്രൈസിന് അത്യാവശ്യം നല്ല രീതിയിൽ വേർത്തി ആയിട്ടുള്ള കേസും എല്ലാ പരിപാടികളും ഉണ്ട്. 300 റേഞ്ചിൽ അത്യാവശ്യം നൈസാണ്. ഓക്കെ, സോ ഇത് മതി, കൂടുതലൊന്നും കാര്യമില്ല. കാരണം ഇതിന്റെ ലെതർ ഫിനിഷ് ആയിട്ടുള്ള അത്യാവശ്യം നൈസ് ആയിട്ടുള്ള കേസും കിട്ടുന്നുണ്ട്. സോ പെർഫെക്റ്റ് ഫോർ ദ ഫോൺ. അതിൽ പക്കയാണ്. ലൈക്ക് നമ്മൾ ഇടുന്ന സമയത്തായിരുന്നാലും ക്യാമറ റേസിന് അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. സോ യാ, സോ ഗോ ഫോർ ഇറ്റ്. അപ്പം ശരി, ബൈ.